ഇനി നമ്മളെ മുറ്റത്ത് തെങ്ങുമെന്ന് 3 അണ്ണാൻകുട്ടികളാണെന്നാണ് തോന്നുന്നത്. 3 അണ്ണാൻകുട്ടികൾ താഴെ വീണ്. അതിൽ ഒന്ന് ചത്തു, ബാക്കി 2 ഉണ്ട്. ഇതിപ്പോൾ കിട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ്. അണ്ണാൻകുട്ടികളാണെന്ന് തോന്നുന്നത് പറയാൻ കാരണം ഇതിൻ്റെ മേലുള്ള 3 ലൈനൊന്നുമില്ല. അണ്ണാന് 3 ലൈൻ ഉണ്ടാവുമല്ലോ മേലെ, അതൊന്നും കാണില്ല. അപ്പോൾ അത് അണ്ണാനാണോ എലിയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പം അന്ന് കിട്ടുന്ന സമയത്ത് കണ്ണൊന്നും കീറിയിട്ടുണ്ടായില്ല. പാലൊക്കെ കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടായി. പാലൊന്നും കൊടുത്താൽ കുറേ ബുദ്ധിമുട്ടായി. ഇപ്പം എന്തായാലും പാലൊക്കെ നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വാലമ്മലൊന്നും രോമം കാണില്ല ഇപ്പോൾ. അതുകൊണ്ട് ഇത് എലിയാണോ അണ്ണാനാണോ എന്നുള്ള ഒരു ഉറപ്പില്ല. എന്തായാലും ചെറിയ കുട്ടികളല്ലേ, എന്തായാലും പാലൊക്കെ കൊടുത്ത് വലുതാവട്ടെ. അപ്പോൾ എന്തായാലും ശരിക്കും പാലൊക്കെ നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട്. ആദ്യം ഭയങ്കര വിഷമേനി പാൽ കുടിക്കാത്തതുകൊണ്ട് ചാവുമോ അങ്ങനെയൊക്കെയുള്ളൊരു ഇത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒന്നിപ്പോൾ അവിടെ പാൽ കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളിതിങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ അപ്പോൾ ഇതിൻ്റെ മേലുള്ള 3 ലൈനുണ്ടല്ലോ അതില്ല, പിന്നെ വരയില്ല, വാലുമ്മൽ രോമങ്ങളോ ഒന്നും കാണില്ല. അതാണ് നമുക്ക് എലിയാണോ അല്ലേന്ന് അറിയാൻ. എലിയാണോ അണ്ണാനാണോന്ന് അറിയില്ല. അപ്പോൾ അത് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം, കമൻറ്റ് ചെയ്താൽ മതി. എലിയാണെങ്കിലും അണ്ണാനാണെങ്കിലും ചെറിയ കുട്ടികളാണ്. മറ്റേതിപ്പം നല്ല രീതിയിൽ പാലൊക്കെ കുടിച്ചു, വയറൊക്കെ നിറഞ്ഞു. ഇത് നേരത്തെ കുറച്ച് പാല് കൊടുത്താണ്, ഒന്നുകൂടി കൊടുത്തു നോക്കാം. കുടിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. കുടിക്കുന്നുണ്ട്. കുടിക്കുന്നില്ല, മതി. പാലൊക്കെ കുടിച്ച് ഉഷാറായി. തുടർന്നും ഇവരുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തായാലും രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും എലിയാണോ അണ്ണാനാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക.